അതിലേക്കൊക്കെ എത്താം. ന്യൂസ് ഡെസ്കിൽ നിന്ന് ഫിജി തോമസ് ചേരുന്നു. ഫിജി, ഇനി നിമിഷങ്ങൾ മാത്രം. ഈ ആവേശം എത്രത്തോളം ഉയരുന്നുണ്ട്? നമുക്ക് എങ്ങനെ പങ്കുവയ്ക്കാം ഈ നിമിഷങ്ങൾ? ലിബീഷ്, വെരി ഗുഡ് മോർണിംഗ്. നമുക്ക് ഈ ദിവസം ആഘോഷമാക്കണം. കാരണം ജനാധിപത്യത്തിന്റെ ഉത്സവത്തിന്റെ ദിനമാണ്. രാജ്യത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്സവത്തിന്റെ ദിനമാണ് ഇന്ന്. അതുകൊണ്ട് തന്നെ നമ്മളും ആഘോഷത്തിന് സജ്ജമായിരിക്കുന്നു. രാജ്യം ആഘോഷിക്കാൻ തയ്യാറെടുത്തിരിക്കുന്നു. എങ്ങനെയൊക്കെയാണ് രാജ്യത്തെ ജനങ്ങൾ ഈ ദിവസത്തെ ആഘോഷിക്കുക എന്ന് വരുന്ന നിമിഷങ്ങളിൽ, മണിക്കൂറുകളിൽ നമുക്ക് അവരുടെ ദൃശ്യങ്ങളിൽ നിന്നും, ആഹ്ലാദ പ്രകടനങ്ങളിൽ നിന്നും, അവരുടെ സങ്കടങ്ങളിൽ നിന്നും, വേദനകളിൽ നിന്നും ഒക്കെ മനസ്സിലാകും. ആരാണ് ജയിക്കുക, ആരാണ് തോൽക്കുക എന്നതൊക്കെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. എന്റെ കൂടെ അജിംഷാദ് ഉണ്ട്. അജിംഷാദ്, ഈ ദിവസം നമ്മൾ രാജ്യം മുഴുവൻ ഉറ്റുനോക്കുന്ന ഒന്നാണ്. അടുത്ത 5 വർഷം എന്നതിനപ്പുറത്തേക്ക് രാജ്യത്തിന്റെ ഭാവിയുടെ ദിശ നിർണ്ണയിക്കുന്നു എന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകതയായി ഈ തെരഞ്ഞെടുപ്പിനെ കാണുന്നത്. ആര് വാഴും ആര് വീഴും എന്നുള്ള ക്ലീഷേ വർത്തമാനങ്ങൾക്ക് അപ്പുറത്തേക്ക് ഇതാ ഇനി മിനിറ്റുകൾ മാത്രമാണ് ആദ്യ ഫലം. ആദ്യം ഒരുപക്ഷെ ഫിജി എണ്ണി തുടങ്ങുക പോസ്റ്റൽ വോട്ടുകളാണ്. കൂടി 8:30 ശേഷം മാത്രമേ പെട്ടി പൊട്ടിക്കൂ, പഴയ പെട്ടി പൊട്ടിക്കൂ അല്ലേ? അപ്പോ ആ അർത്ഥത്തിൽ വേണം കാണാൻ. 44 ദിനം നീണ്ട 7 ഘട്ടങ്ങളിലായുള്ള തെരഞ്ഞെടുപ്പ്. കേരളത്തിലേക്ക് എത്തിയാൽ ഏതാണ്ട് 20 മണ്ഡലങ്ങളിലായി 194 സ്ഥാനാർത്ഥികളാണ് മാറ്റുരച്ചത്. ആര് വാഴും ആര് വീഴും എന്നതിനേക്കാൾ ഉപരി ആരാണ് ജനതയുടെ മനസ്സ് കയ്യേറിയത്, എന്താണ് ജനത ഉദ്ദേശിക്കുന്നത് മനസ്സിലാകാൻ ഈ മിനിറ്റുകൾ മാത്രമാണ് ശേഷിക്കുന്നത്. എന്തായാലും നമുക്ക് നമ്മുടെ ആദ്യ ട്രെൻഡ് ഒരു പക്ഷേ രാജ്യത്തിന്റേത് അറിയുക ഒരു 11 മണിയോട് കൂടിയാകും. അപ്പൊ നമ്മുടെ ഡെസ്ക് എങ്ങനെ സജ്ജമായിരിക്കുന്നു എന്ന് നമുക്ക് പ്രേക്ഷകർക്ക് കാണാൻ കഴിയും. മറ്റൊന്ന് ഈ ഒരു കോളമാണ്. ഏതൊക്കെ മണ്ഡലങ്ങളിൽ ഏതൊക്കെ സ്ഥാനാർത്ഥികൾ എന്നുള്ളത് കേരളത്തിൽ നിന്നുള്ള കാര്യമാണ്. ഇത് നോക്കൂ, വയനാട് ആനി രാജ, അതുപോലെ കോഴിക്കോട് MD രമേശ്. അത്തരത്തിൽ അവരുടെ ചിത്രവും അവരുടെ ചിഹ്നവും കൂടി ഇടകലർത്തി ഉള്ള ഒരു കോളമാണ് നമ്മൾ ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. അത്തരത്തിൽ വളരെ ലളിതമായി നിങ്ങൾക്ക് സ്ക്രീനിൽ കണ്ണോടിച്ചു കഴിഞ്ഞാൽ മനസ്സിലാകും. അതെ, നമുക്ക് തിരുവനന്തപുരത്ത് ബിനോയ് ഉണ്ട്. നമുക്ക് അങ്ങോട്ടൊന്ന് പോയാലോ? ബിനോയിലേക്ക് പോവാം. ബിനോയ്, എങ്ങനെയുണ്ട്? സ്ട്രോങ് റൂം തുറന്നു. ആദ്യം എണ്ണുക ഒരുപക്ഷെ ബാലറ്റ് പെട്ടിയായിരിക്കും, അല്ലെങ്കിൽ മീൻസ് എന്താണ്, പോസ്റ്റൽ വോട്ടുകളായിരിക്കും അല്ലേ? തീർച്ചയായും അജിംഷാദ്, അങ്ങനെ തന്നെയാണ്. നമ്മളുടെ അതേ ആവേശം തന്നെ, അതിനേക്കാൾ ഒരു പടി കൂടി മുന്നിലുള്ള വലിയ ആവേശമാണ് പാർട്ടി പ്രവർത്തകർക്കുള്ളത്. രാവിലെ മുതൽ തന്നെ ഈ കൗണ്ടിംഗ് സെൻറ്ററുകളുടെ മുന്നിലേക്ക് പാർട്ടി പ്രവർത്തകരുടെ വലിയ നിര തന്നെ കാണാൻ കഴിഞ്ഞിരുന്നു. പോളിംഗ് ഏജൻറ്റുമാർ മാത്രമല്ല, കാരണം വലിയ ആകാംക്ഷയോടുകൂടി തന്നെയാണ് കേരളത്തിലെ ജനങ്ങൾ, അതുപോലെ തന്നെ പാർട്ടി പ്രവർത്തകരെല്ലാം തന്നെ ഈ തെരഞ്ഞെടുപ്പിനെ നോക്കിക്കാണുന്നത്. കൃത്യം 5:30 മണിക്ക് തന്നെ സ്ട്രോങ് റൂം തുറന്നു. പെട്ടികൾ ആദ്യഘട്ട പരിശോധനയുണ്ട്. കാരണം ഈ ബാലറ്റ് പെട്ടികളൊക്കെ സൂക്ഷിക്കുന്ന, അല്ലെങ്കിൽ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകൾ സൂക്ഷിക്കുന്ന സ്ഥലത്ത് മൊത്തത്തിലൊരു പരിശോധന, അത് സ്ഥാനാർത്ഥി നിർദ്ദേശിക്കുന്ന ആളിൻ്റെ സാന്നിധ്യത്തിലായിരിക്കും അത്തരത്തിലൊരു പരിശോധന. അതിനുശേഷമാണ് ഇത് എല്ലാം തന്നെ കൗണ്ടിംഗ് സെന്ററുകളിലേക്ക് മാറ്റുക. വലിയ സുരക്ഷയോടുകൂടി തന്നെയായിരിക്കും കൗണ്ടിംഗ് സെന്ററിലേക്ക് മാറ്റുന്ന ജോലിയും. നേരത്തെ ഒക്കെ ഇലക്ഷൻ കമ്മീഷൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരുപക്ഷെ ഇത് ഏത് അർത്ഥത്തിൽ നീങ്ങും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. പോസ്റ്റൽ വോട്ടുകൾ എണ്ണി തുടങ്ങുന്നു. NDA 7 മുന്നിടുന്നു, 3 ആണ് ഇന്ത്യ മുന്നണി മുന്നിടുന്നത്. അതായത് ഇതൊരു പക്ഷേ ഒരു തരത്തിലുമുള്ള ട്രെൻഡുകളെ സൂചിപ്പിക്കുന്നതല്ല, പോസ്റ്റൽ വോട്ടുകളാണ്. 8:30 കൂടി മാത്രമേ പെട്ടി തുറക്കൂ. പഴയ ഭാഷയിൽ പറഞ്ഞാൽ പെട്ടി പൊടിക്കൂ. പക്ഷെ എന്തായിരുന്നാലും ഏറ്റവും പ്രധാനപ്പെട്ടത് 7-3 എന്ന നിലയിലാണ്. ഇനി ഏതെങ്കിലും തരത്തിൽ ആരെങ്കിലും കയറ്റിയടിക്കുന്നതാകാം, പക്ഷേ എന്നായിരുന്നാൽ പോലും നമ്മൾ ഫോളോ ചെയ്യുന്നത് എപ്പോഴും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ആധികാരികമായ വിവരങ്ങൾ തന്നെയാണ്. അതിനുള്ള സജ്ജീകരണങ്ങളും ക്രമീകരണങ്ങളുമാണ് നമ്മൾ ഒരുക്കിയിരിക്കുന്നത്. ആ അർത്ഥത്തിൽ തന്നെയാണ്. പക്ഷേ ഇപ്പോൾ പോസ്റ്റൽ വോട്ടുകൾ എണ്ണുമ്പോൾ 7 NDA BJP സഖ്യവും 3 കോൺഗ്രസ് സഖ്യം അഥവാ ഇന്ത്യ സഖ്യവുമാണ് മുന്നിട്ട് നിൽക്കുന്നത്. എന്തായാലും ഇത് ഒരു ഫലസൂചനയായിട്ടൊന്നും നിങ്ങൾ കാണേണ്ടതില്ല. ഇത് പോസ്റ്റൽ വോട്ടുകളാണ്. മാറി മറിയാൻ അത് നമ്മൾ പെട്ടി തുറന്ന് എണ്ണാൻ തുടങ്ങുമ്പോഴാണ് ചക പടപടാന്നുള്ള ഒരു മൂവ്മെന്റ്. 8:30 8:30 മുമ്പായിട്ട് നമുക്ക് പ്രതീക്ഷിക്കാം. എന്നാലും ഈ വെള്ള ഡ്രസ്സൊക്കെ ഇട്ട് ഞാൻ വന്നിരിക്കുകയാണ്. പക്ഷേ തിരുവനന്തപുരത്ത് വിവരങ്ങൾ എത്തുമ്പോൾ 13 വോട്ടിന് മുന്നിൽ നിൽക്കുന്നു പോസ്റ്റൽ വോട്ടിൽ ശശി തരൂർ. തിരുവനന്തപുരത്ത് നമുക്ക് ആദ്യ 19 ആദ്യ കൈയടി ശശി തരൂരിന്. ശശി തരൂർ കൊല്ലവാനാണ്. മുകേഷ് എത്ര വോട്ടിനാണ് പോസ്റ്റൽ വോട്ടിൽ മുന്നിൽ? 11 വോട്ടിനാണ് മുകേഷ് മുന്നിൽ നിൽക്കുന്നത്. 11
പക്ഷേ പോസ്റ്റൽ വോട്ടാണ്. ശ്രദ്ധിക്കുക, ഇതിൽ ആവേശം കൊള്ളരുത്. ഒരു തരത്തിലും ഈ ആവേശം അവസാനം വരെ എത്തുന്നതല്ല. കാരണം പോസ്റ്റൽ വോട്ട് 8:30-ക്ക് ശേഷം ഏതാണ്ട് 8:20 മാത്രമേ നമ്മുടെ വോട്ടുകൾ, ജനങ്ങളുടെ വോട്ടുകൾ എണ്ണി തുടങ്ങൂ. തീർച്ചയായും പോസ്റ്റൽ വോട്ടും ജനങ്ങളുടെ വോട്ടാണെങ്കിൽ പോലും അതിനൊരു പരിമിതിയുടെ വൃത്തമുണ്ട് എന്ന അർത്ഥത്തിലാണ്.